ഹേ, കാട്ടുമുത്തപ്പനോ? ഈ ഇടയായി ഭയങ്കര ശരീരവേദന, ക്ഷീണവും. ഭാരം കൂടിയ മൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാ വേദന കൂടുതൽ. ആന, കണ്ടാമൃഗം ഇവരൊക്കെ വിളിച്ചാൽ ഞാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണ്ടേ? ശരി, മരുന്ന് തരാം. പക്ഷേ ഒരാഴ്ചത്തേക്ക് ഭാരമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടരുത്. അതെങ്ങനെ പറ്റും വൈദ്യരെ? ഏതെങ്കിലും ആന വിളിച്ചാൽ? സൂത്രനോട് പറയാം, എന്തെങ്കിലും വഴി കാണും. അതുകൊണ്ട് സൂത്ര, കാട്ടുമുത്തപ്പനെ ഒരാഴ്ചത്തേക്ക് ആനകൾ വിളിക്കരുത്. അത് എല്ലാ ആനകളോടും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. പല സ്ഥലത്തായി എഴുതി വെക്കാം. അഥവാ ആന വിളിച്ചാലും പ്രത്യക്ഷപ്പെടാതിരുന്നാൽ പോരെ? അയ്യോ, അത് പറ്റില്ല, എന്റെ പണി പോകും. ശരി, എങ്കിലും എഴുതി വെക്കാം. ഒരാഴ്ചത്തേക്ക് ആനകൾ കാട്ടുമുത്തപ്പനെ വിളിക്കരുത്. കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ്. ഹേ ഹേ കാട്ടുമുത്തപ്പന് ചികിത്സയാണെങ്കിൽ ആരും വിളിക്കാൻ പാടില്ലല്ലോ. ശരിയാ, ആനകൾക്ക് മാത്രം എന്താ പ്രത്യേകത? ആനയുടെ അടുത്ത് വന്ന അസുഖം കൂടുമോ? അത് തെറ്റാ. നമുക്കെന്താ വൃത്തിയില്ലേ? നമ്മൾ എന്നും കുളിക്കും. ആഴ്ചയിൽ ഒരു തവണ പോലും കുളിക്കാത്തവരുണ്ട്. വലിയ ശരീരമല്ലേ, കൂടുതൽ രോഗാണുക്കൾ ഇരിക്കുമെന്ന് വിചാരിച്ചു കാണും. എങ്കിൽ നമുക്കല്ലേ അസുഖം വരേണ്ടത്? അതില്ലല്ലോ. ആരോ കാട്ടുമുത്തപ്പനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാ. അത് സൂത്രനാ, അവനാ ഇതൊക്കെ എഴുതിയത്. ഞങ്ങളുടെ ശരീരത്തിൽ മൊത്തം രോഗാണുവാണെന്ന് താൻ പറഞ്ഞു അല്ലേ? അടിയടാവനെ. അയ്യോ, ഹേ, ആണോ സൂത്ര? എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. വൈദ്യരെ, കാട്ടിലെ ആനകൾ മൊത്തം എന്നെ വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അയ്യോ, അവർക്ക് അസുഖമൊന്നും ഇല്ലെന്ന് തെളിയിക്കാനാണത്രേ.